viewers, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്മലാണ് ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കാം. 4mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്ത് 3 എണ്ണം. ഇതെല്ലാം ഒരു കമ്മലിന് വേണ്ട മെറ്റീരിയൽസ് ആണ്. പിന്നെ ഹെഡ് പിന്ന്, ഐ പിന്ന്, പിന്നെ ഇയർ ഹുക്ക്, ബീഡ് ക്യാപ്പ്, ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു വൈറ്റ് കളർ മുത്ത്. ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ഒരു കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അതേപോലെ തന്നെ ടൂൾസ്, കട്ടറും പ്ലെയറും ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിന്ന് പറഞ്ഞാൽ മുട്ടുസൂചി പോലെ ഇരിക്കും കാണാൻ. അതെടുക്കുക. അതിലോട്ട് നമ്മൾ വൈറ്റ് കളർ മുത്ത് ഈ ഡ്രോപ്പ് ഷേപ്പിലുള്ളത് കോർക്കുക. അതിനുശേഷം ബീഡ് ക്യാപ്പ് കോർക്കാം. അതിന് മുകളിലായിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഹെഡ് പിന് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ അറ്റം കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയ ശേഷം ലൂപ്പ് ഉണ്ടാക്കും. ഇവിടെ കറക്റ്റ് സൈസ് ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റൗണ്ട് ഷേപ്പിൽ ലൂപ്പ് ഉണ്ടാക്കി എടുത്തു, അതവിടെ വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ പിൻ എടുക്കുക. ഐ പിൻ ആകുമ്പോൾ ആ പിന്നിൻ്റെ ഒരു സൈഡിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാവും. അതാണ് ഐ പിൻ. അപ്പം നമ്മൾ ഒരു മുത്തത്തിലോട്ട് കോർക്കുന്നു. കോർത്ത ശേഷം താഴെ കാണുന്ന ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ലെങ്ത്ത് കണക്കാക്കി ബാക്കിയുള്ള ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിലൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ച് റൗണ്ടിൽ നമുക്ക് ലൂപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ റൗണ്ട് നോസ് പ്ലെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് നമ്മൾ സാധാരണ പ്ലെയർ വെച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മുത്തിൽ ചെയ്ത പോലെ തന്നെ ബാക്കി 2 മുത്തിലും കൂടി ഇതേപോലെ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഐ പിന്നിൽ കോർത്ത് നമ്മളിത് 3ഉം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഐ പിന്നിൻ്റെ ബാക്കി വരുന്ന പീസൊന്നും കളയണ്ട. നമുക്കിത് യൂസ് ചെയ്തിട്ട് പേപ്പർ ഇയറിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുത്തന്നെ എടുക്കുക. അതിൻ്റെ ലൂപ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അകത്തിയ ശേഷം നമ്മൾ ആദ്യം കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുണ്ടല്ലോ അത് ഇതിലോട്ട് കോർക്കുക. എന്നിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് മറ്റേ ഭാഗത്തുള്ള ലൂപ്പ് അകത്തുക. വീണ്ടും നമ്മൾ കോർത്ത് വെച്ചിരിക്കുന്ന മുത്ത് അതിലോട്ട് കോർക്കുക, ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇതേപോലെ തന്നെ ബാക്കി വരുന്ന ഒരു മുത്ത് കൂടി ഇതിലോട്ട് കോർക്കുക. കോർത്ത ശേഷം ലാസ്റ്റ് വരുന്ന ലൂപ്പിൽ ഇതേപോലെ നമ്മൾ ഇയർ ഹുക്ക് കോർക്കാം. ഇയർ ഹുക്ക് ഞാനിവിടെ ഡയറക്റ്റ് കോർക്കുന്നുണ്ട്. ഇയർ ഹുക്ക് വേണ്ട, സ്റ്റെഡാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പ്ലെയിൻ സ്റ്റെഡ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അതിലോട്ട് ഒരു മുത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഹാഫ് ബീഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റെഡായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിങ്ങനെ വട്ടക്കണ്ണിയിൽ കോർത്ത ശേഷം ഹുക്കിൽ കോർത്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യും. അത് ഓരോരുത്തരുടെ കാതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ കമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കമ്മലാണ്. അപ്പോൾ കമ്മൽ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3 മുത്തിന് പകരം ഇത്രയും ലെങ്ത്ത് വേണമെങ്കിൽ 2 മുത്ത് അല്ലെങ്കിൽ 1 മുത്തായിട്ട് ചെറിയ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള കമ്മലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറഞ്ഞാൽ തന്നെ വീഡിയോ ഇഷ്ടമായാൽ കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ, താങ്ക് യു.